ഒരുപാട് നാളായി അവിടെ ഇരിക്കുന്ന ഒരു റിപ്പോർട്ടുണ്ട്, ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്നാണ് അതിൻ്റെ പേര്. സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച ആ റിപ്പോർട്ട് പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ്. വിലക്കപ്പെട്ട വിവരങ്ങൾ ഒഴികെയുള്ളവ പുറത്തുവിടണം എന്നാണ് ഉത്തരവ്. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ചേരുന്നു. അജീഷ്, എന്താണ് ഇത് പുറത്തുവിടാത്തതിനുള്ള കാരണം? ഈ സോക്കോൾഡ് വിലക്കപ്പെട്ട വിവരങ്ങളാണ് എന്നുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കി പുറത്തുവിടാം എന്നതിൽ സർക്കാർ പ്രതികരണം എന്താണ് അജീഷ്? ഹാഷ്മി, എന്തായാലും സർക്കാർ ഈ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിനോട് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. എന്തായാലും 2019 ഡിസംബർ 31 ഹേമ കമ്മീഷൻ സർക്കാരിന് ഈ സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നത്തെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചത്. പക്ഷേ ഈ 5 വർഷം കഴിഞ്ഞിട്ടും സർക്കാർ ഈ റിപ്പോർട്ട് പുറത്ത് വിടുന്നില്ലായിരുന്നു. ഇതിനെതിരെ ഈ സിനിമാ മേഖലയിൽ നടിമാരും പൊതുജനങ്ങളും ഈ വിവരാവകാശ കമ്മീഷൻ മുഖേന RTI സമർപ്പിച്ചിരുന്നു. ഈ RTI അപേക്ഷയിലാണ് ഇപ്പോൾ വിവരാവകാശ കമ്മീഷണർ തന്നെ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ജൂലൈ 25-നകം റിപ്പോർട്ടിന്റെ പകർപ്പ് ഈ അപേക്ഷകർക്ക് നൽകണമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. RTI നിയമപ്രകാരം വിലക്കപ്പെട്ടവ ഒഴികെ ഒരു വിവരവും മറച്ചുവെക്കരുതെന്നും ഈ വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ A. അബ്ദുൽ ഹക്കീം ഇറക്കിയ ഉത്തരവിൽ പറയുന്നുണ്ട്. നൽകാനാവാത്ത വിവരങ്ങൾ സെക്ഷൻ 10A പ്രകാരം വേർതിരിച്ച് ബാക്കി മുഴുവൻ വിവരങ്ങളും നൽകണം. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ സമഗ്രമായാണ് ജസ്റ്റിസ് ഹേമയുടെ അധ്യക്ഷതയിലുള്ള 3-അംഗ സമിതി പരിശോധിച്ച് നൽകിയത്. ജൂലൈ 25-നകമാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കേണ്ട തീയതി. എന്തായാലും മാത്രമല്ല, ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച സാംസ്കാരിക വകുപ്പിലെ ഉദ്യോഗസ്ഥരെയും ഈ വിവരാവകാശ കമ്മീഷണർ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. സാംസ്കാരിക വകുപ്പ് മുൻവിധിയോടെയാണ് വിവരങ്ങൾ നിഷേധിച്ചതെന്നും വിവരാവകാശ കമ്മീഷൻ പറയുന്നുണ്ട്. റിപ്പോർട്ട് പുറത്തുവിടാത്ത ഉദ്യോഗസ്ഥ നിലപാടിനെയും കമ്മീഷൻ വിമർശിക്കുന്നുണ്ട്. എന്തായാലും 5 വർഷങ്ങൾക്ക് ആയിട്ടും ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതിനെതിരെ സാംസ്കാരിക മേഖലയിൽ നിന്നും സിനിമാ മേഖലയിൽ നിന്നും അടക്കം വ്യാപകമായി വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഈ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനെയും വനിതാ കമ്മീഷനെ അടക്കം പലതവണ ഈ WCCയിലെ അംഗങ്ങളും സിനിമാ മേഖലയിലെ മുഖ്യധാര നടിമാരും അടക്കം പലതവണ സമീപിച്ചതാണ് ഈ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിടണമെന്ന്. പക്ഷേ ഇതിൽ വ്യക്തികളുടെ സ്വകാര്യത ഹനിക്കുന്ന വിവരങ്ങളുണ്ടെന്ന് പറഞ്ഞാണ് സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നത്. 2019 ഇത്. നടിയെ ആക്രമിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു അന്ന് ഈ കമ്മീഷനെ നിയോഗിച്ചത്. ഇന്ത്യൻ സിനിമയിലെ തന്നെ അപൂർവമായ ഒരു സംഭവമായിരുന്നു സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നത്തെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിക്കുക എന്നുള്ളത്. അന്ന് വ്യാപകമായി മീറ്റു ആരോപണങ്ങളും സിനിമാ മേഖലയിൽ പ്രമുഖ നടന്മാർക്കെതിരെ ആരോപണങ്ങൾ പുറത്തു വന്നിരുന്നു. ചിലർ പുറത്തുവിടാൻ സർക്കാർ തയ്യാറാകുമോ എന്നുള്ളതാണ്. അതോ ഹൈക്കോടതിയിലേക്ക് പോയി വീണ്ടും അതിനെ മുടക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും ഉത്തരവിൽ സന്തോഷമുണ്ടെന്നും റിപ്പോർട്ട് രഹസ്യമായി വെക്കേണ്ടതല്ലെന്നും സജിത മഠത്തിൽ പറഞ്ഞു. ഭയങ്കര വലിയ അവസരമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതിങ്ങനെ രഹസ്യമായി വെക്കേണ്ട കാര്യമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പം ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് അത് ഈ ഒരു ഓർഡർ വന്നതിൽ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്നും ഇന്നും ഒരേ കാര്യം തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഇതിൽ ഈ കണ്ടന്റിൽ നമുക്ക് ആവശ്യമായുള്ള ഇൻഫർമേഷൻസ് ഇൻഡസ്ട്രിയെ മാറ്റുന്നതിന് ഉതകുന്ന കുറേ ഇൻഫർമേഷൻസ് അതിൽ ഉണ്ടെന്ന് തന്നെ. ഈ സ്ഫോടനാത്മകമായുള്ള വിവരങ്ങൾ മാത്രമല്ലല്ലോ ഒരു റിപ്പോർട്ടിൽ ഉണ്ടാവുക. അതിലപ്പുറത്തായിട്ട് ഒരു ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ, എന്തുകൊണ്ടാണ് ആ പ്രശ്നം ഉണ്ടാവുന്നത്, അതെങ്ങനെ നമുക്ക് പരിഹരിക്കാൻ പറ്റും എന്നതൊക്കെയാണ് നമ്മൾ ഹേമ കമ്മിറ്റിയിൽ നിന്ന് പ്രതീക്ഷിച്ചത്. അപ്പൊ ആ ഇൻഫർമേഷൻസ് അതിൽ ഉണ്ടെന്ന് തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ കരുതുന്നത്.